കേരള അസംബ്ലി ഇലക്ഷൻ 2026 ജനങ്ങൾക്ക് വേണ്ടത്. വീഡിയോ 2. ജീവിക്കാൻ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ നിർണയിച്ചു അവ ഇല്ലാത്തവർക്ക് അവ നൽകുക. ഓരോരുത്തരുടെയും ആസ്തി വരുമാനം നിർണയിച്ചു വ്യത്യസ്ത നിരക്കിൽ നികുതി, സേവന ഫീസ് എന്നിവ ഈടാക്കുക. ഉദ്ഘാടനങ്ങളും സർക്കാർ പരസ്യങ്ങളും നിർത്തലാക്കുക. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചു കാര്യക്ഷമമായി പണിയെടുപ്പിക്കുക. സ്വജനങ്ങൾക്ക് ജോലി നൽകുന്നത് അവസാനിപ്പിക്കുക. മാലിന്യനായ വന്യജീവി ശല്യങ്ങൾ അവസാനിപ്പിക്കുക മുതലായവ. 2 വീഡിയോകൾ ആയി ഈ കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. 1-ാം ഭാഗം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2-ാം ഭാഗം. കെട്ടിടങ്ങളുടെ ഉടമകൾ അവ വാടകയ്ക്കു നൽകുകയോ വിൽക്കുകയോ ചെയ്യാൻ നിയമം കൊണ്ടുവരികയും 1 വർഷമായിട്ടും താമസം ഇല്ലാത്ത കെട്ടിടങ്ങൾ കിട്ടുന്ന വിലക്കു വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നു നിഷ്കർഷിക്കുന്ന സർക്കാർ നിശ്ചയിച്ച ശമ്പള നിരക്കിന് ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ചു നിശ്ചയിക്കുക. ഉദാഹരണം മെഡിക്കൽ കോളേജ് അധ്യാപകർ. സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സബ്സിഡി നൽകുകയും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എപ്പോൾ വേണമെങ്കിലും ഗ്രിഡിലേക്ക് നൽകാൻ അനുവദിക്കുകയും അതു ഗ്രിഡിലേക്ക് നൽകുന്ന സമയത്തെ നിരക്ക് അനുസരിച്ചു പണം മാസാമാസം നൽകുകയും ചെയ്യുക. 101 മാളുകൾ, വൻ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ ബില്ലുകളിന്മേൽ ഉപഭോക്താവിന്റെ സാമ്പത്തിക ഗ്രേഡ് അനുസരിച്ചു കൂടുതൽ നികുതി വസൂലാക്കുക. 102 റോഡുകൾക്ക് മധ്യത്തിൽ കല്ലുകൊടു കെട്ടിയ മീഡിയൻ നിർബന്ധമാക്കുക. ഗതാഗതം സുഗമമാക്കാൻ 4 വരി 6 വരി പാതകൾ നിർമ്മിക്കുക. പാതയുടെ 2 വശത്തും പാർക്കിങ്ങിന് സ്ഥലം സജ്ജീകരിക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപനത്തിന് മുൻപിലാവശ്യമായ സ്ഥലം ഇടാതെ താത്കാലിക ഷെഡുകൾ കെട്ടുന്നത് നിരോധിക്കുക. 102 തെരുവ് നായയെ പൂർണ്ണമായും ഒഴിവാക്കി വസ്തുക്കൾക്ക് മതിൽ കെട്ടുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും തുടർന്ന് മതിൽ നിർമ്മാണം നിരോധിക്കാനും ഉള്ള മതിലുകൾ പൊളിച്ചുകളയാൻ സുന്ദരമായി സംരക്ഷിക്കേണ്ട രീതി വ്യവസ്ഥ ചെയ്തു വച്ചു പിടിപ്പിക്കേണ്ട ചെടികൾ നിർണയിക്കുക. 104 കെട്ടിടങ്ങൾക്ക് വേണ്ട ആർക്കിടെക്ചർ നിർണയിച്ചു അവ അങ്ങനെ മാത്രമേ പണിയുന്നുള്ളൂ എന്നു ഉറപ്പുവരുത്തുക. 105 കടകൾക്കിടയിൽ വായു സഞ്ചാരത്തിനുള്ള സ്ഥലം നൽകിയിട്ട് മാത്രമേ കടകൾ നിർമ്മിക്കാവൂ എന്ന നിർദ്ദേശം കൊണ്ടുവന്നു നടപ്പിൽ വരുത്തുക. 106 റോഡുകൾ, ജംഗ്ഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ ശുചിത്വമുറികൾ സജ്ജീകരിക്കുക. ഇവ ഉപയോഗിക്കുന്നതിനു ഓട്ടോമാറ്റിക്കായി പണം സ്വീകരിക്കുന്നതിന് സംവിധാനം ഒരുക്കുക. 107 വിനോദസഞ്ചാരസ്ഥലങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും അവ വികസിപ്പിക്കുകയും അവയിലേക്ക് ട്രിപ്പുകൾ സജ്ജീകരിക്കുകയും ചെയ്യുക. 108 സ്വകാര്യ ആശുപത്രി സേവന നിരക്കുകൾ യുക്തിസഹമാക്കി നിർണയിച്ചു പ്രസിദ്ധീകരിക്കുക. 109 വിദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളിലെ നിരക്കിനോടൊപ്പം അധിക നികുതി ഏർപ്പെടുത്തുക. 110 സ്വകാര്യ സ്ഥാപനങ്ങളിലെ വേതന നിരക്ക് സ്ഥാപന നിലവാരം അനുസരിച്ചു നിർണയിച്ചു നടപ്പിൽ വരുത്തുകയും വേതനം ഓൺലൈനായി നൽകണമെന്ന് നിഷ്കർഷിക്കുകയും അതു ജീവനക്കാരിൽ നിന്നും തിരികെ വാങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കടൽ, മണ്ണ്, മരം, സസ്യജന്തുക്കൾ മുതലായ എല്ലാ വിഭവങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗപ്പെടുത്തി വ്യവസായം തുടങ്ങുക. 112 ട്രെയിനുകളിൽ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ടിക്കറ്റ് നൽകുക. കൂടുതൽ ട്രെയിൻ അനുവദിക്കുക. കൂടുതൽ പാത നിർമ്മിക്കുക. 113 വനത്തിൽ താമസിക്കുന്ന ജനങ്ങളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക. വന്യജീവികൾക്കു വേണ്ട സസ്യങ്ങൾ, വെള്ളം എന്നിവ ലഭ്യമാക്കുക. സഫാരികൾ സജ്ജമാക്കുക. വിനോദസഞ്ചാരികൾക്കു താമസസൗകര്യം സജ്ജീകരിക്കുക. 114 ആശുപത്രികളിൽ വൈകുന്നേരം ഒപി സജ്ജീകരിക്കുക. സ്വകാര്യ ആശുപത്രികളിലെ ജോലി സമയം നടപ്പിൽ വരുത്തുക. 115 വ്യവസായ വളർച്ച നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വ്യവസായങ്ങളിലെ വേതന, അടിസ്ഥാന സൗകര്യ, മറ്റു വിഷയങ്ങൾ എന്നിവ കേരളത്തിലേതുമായി താരതമ്യം ചെയ്ത് വ്യവസായവും കൃഷിയും കേരളത്തിൽ വികസിക്കാനാവശ്യമായ സാഹചര്യം ഒരുക്കൂ. 116 RSS മറ്റു മത, ജാതി പ്രസ്ഥാനങ്ങളുടെ മുൻകാല ചരിത്രം, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, മുൻകാല ചെയ്തികൾ എന്നിവയെക്കുറിച്ചു പുസ്തകങ്ങൾ ഉണ്ടാക്കി അവയുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക. കേന്ദ്ര സർക്കാർ നിഷ്കാസനം ചെയ്ത പാഠഭാഗങ്ങളെയും കൂട്ടിച്ചേർത്ത പാഠഭാഗങ്ങളെയും ചേർത്തു പുസ്തകം ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചു അവ യോഗങ്ങളിൽ പ്രചരിപ്പിച്ചു. അവരുടെ കാഴ്ചപ്പാട് എന്തും മാത്രം ദ്രോഹകരവും സയൻസിനെ എതിർക്കുന്നതും ആണെന്ന് പഠിപ്പിക്കുക. വീഡിയോകൾ നിർമ്മിക്കുക. 118
കേന്ദ്ര പദ്ധതികൾ നിർദ്ദേശിച്ചതനുസരിച്ചു പേര് മാറ്റി ബോർഡ് വെച്ച സ്ഥാപനങ്ങളുടെ മുൻപിൽ പദ്ധതിയുടെ 40% സംസ്ഥാനം വഹിക്കുന്നു എന്നും രേഖപ്പെടുത്തിയ ബോർഡ് വയ്ക്കുക. 119 നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ പാതക്കുള്ള സ്ഥലം സംസ്ഥാനമാണ് വാങ്ങിയത് എന്നും പാത നിർമ്മിക്കുന്ന കമ്പനികൾ അതിനുള്ള പണം ടോൾ മുഖാന്തിരം ജനങ്ങളിൽ നിന്ന് വസൂലാക്കുന്നു എന്നും കേന്ദ്രത്തിന് പണച്ചെലവില്ല എന്നും ബോർഡ് വെച്ചു ഉച്ചഭാഷിണിയിലൂടെ പ്രചരിപ്പിക്കുക. 120 സമാന ബോർഡുകൾ സ്കൂൾ, ആശുപത്രി, ബസ് സ്റ്റാൻഡ്, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വയ്ക്കുക, അനൗൺസ് ചെയ്യുക. 121 മെട്രോ ട്രെയിനുകളിലെ പോലെ എല്ലാ ട്രെയിനിലും ഓട്ടോമാറ്റിക് വാതിൽ ഘടിപ്പിക്കുക. 122 പാടം, പുരയിടം, കുന്നു ഇവ നികത്താതെയും ഇടിക്കാതെയും അവക്ക് മുകളിലെ പാലങ്ങളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ റോഡ്, റെയിൽ എന്നിവ പണിയുക. പാലങ്ങളുടെ താഴെ പാർക്കിംഗ് സ്ഥലം, പുരയിടം, കുന്നു ഇവ നികത്താതെയും ഇടിക്കാതെയും അവക്ക് മുകളിലെ പാലങ്ങളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ റോഡ്, റെയിൽ എന്നിവ പണിയുക. പാലങ്ങളുടെ താഴെ പാർക്കിംഗ് സ്ഥലം ക്രമീകരിക്കുക. 123 മെഡിക്കൽ കോളേജുകളിലും മറ്റു ആശുപത്രികളിലും രോഗികൾ തറയിൽ കിടക്കുന്നില്ലെന്നും ഒരു കട്ടിലിൽ ഒരു രോഗി മാത്രമേ കിടക്കുന്നുള്ളൂ എന്നും ഉറപ്പുവരുത്തുക. ഇതിനായി കൂടുതൽ വാർഡ്, ബെഡ് എന്നിവ ആശുപത്രികളിൽ സജ്ജീകരിക്കുകയും അവ സജ്ജമാക്കുന്നതുവരെ സ്വകാര്യ ആശുപത്രി കെട്ടിടങ്ങളോ ഇതര കെട്ടിടങ്ങളോ വാടകയ്ക്ക് എടുത്തു ഇവ സജ്ജീകരിക്കുകയും ചെയ്യുക. രോഗികളുടെ എണ്ണം കണക്കാക്കി അതിനാവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക. 124 ലാബ്, സ്കാൻ പരിശോധന സംവിധാനങ്ങൾ, ഓപ്പറേഷൻ തിയേറ്റർ മുതലായ സജ്ജീകരണങ്ങൾ സർക്കാർ ആശുപത്രിയിൽ തന്നെ സജ്ജീകരിച്ചു യാതൊരു പരിശോധനയും സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സേവനങ്ങൾക്ക് രോഗികളുടെ വരുമാന കാർഡ് അനുസരിച്ച് ആരാധനാലയങ്ങൾ, മതസാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വ്യക്തികൾ തുടങ്ങി ജനങ്ങളിൽ നിന്ന് സാമ്പത്തികമോ വസ്തുക്കളോ ആയ എന്തു കാര്യവും സ്വീകരിക്കുന്നവർ കൃത്യമായി രസീത് നൽകണമെന്നും നൽകിയ രസീതിന്റെ പകർപ്പ് സൂക്ഷിക്കണമെന്നും അവ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിയമം കൊണ്ടുവന്നു ക്രമരഹിതമായി സ്ഥാപനങ്ങൾ പരിശോധിച്ചു ഉറപ്പുവരുത്തുക. 126 നിലവിലുള്ള സ്ഥാപനങ്ങൾ പരിശോധിച്ചു നിയമവിരുദ്ധമായി നടന്നിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അസവശ്യമായ ശിക്ഷ നൽകുക. 127 കോടതി നൽകിയ ഉത്തരവുകളിൽ വ്യത്യസ്തമായ ഉത്തരവ് മേൽക്കോടതി നൽകിയാൽ കീഴ്ക്കോടതി നൽകിയ ഉത്തരവ് തികച്ചും തെറ്റാണോ എന്നു പരിശോധിച്ചു ഉത്തരവ് നൽകിയ ജഡ്ജിക്ക് മേൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമോ എന്നു നിർണയിക്കാൻ മേൽക്കോടതികളെ ചുമതലപ്പെടുത്തുക. 128 രാഷ്ട്രീയ പാർട്ടികൾ, മതസാമൂഹിക സംഘടനകൾ എന്നിവ ഓൺലൈനായി മാത്രമേ സാമ്പത്തികം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും കൂടുതലായി കാണുന്ന സാമ്പത്തിക വസ്തുവകകൾ വസൂലാക്കുന്നതിനും നിയമം ലോക്പാൽ സംവിധാനം കൊണ്ടുവന്നു എല്ലാ പൊതുപ്രവർത്തകരെയും അതിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ലോക്പാൽ പ്രധാനമന്ത്രിക്കെതിരെ തീരുമാനം എടുത്താൽ അതു സുപ്രീംകോടതിയുടെ അംഗീകാരത്തിനും മുഖ്യമന്ത്രിക്കെതിരെ തീരുമാനം എടുത്താൽ ഹൈക്കോടതിയുടെ അംഗീകാരത്തിന് വിധേയമാക്കുകയും ചെയ്യുക. 130 വധശിക്ഷ നൽകുന്നതിന് കുറ്റകൃത്യം അപൂർവത്തിൽ അപൂർവമായിരിക്കണം എന്ന കോടതികളുടെ നിഷ്കർഷ എടുത്തുകളഞ്ഞു വധശിക്ഷ ശിക്ഷയായി ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അതു നൽകുവാൻ നിയമം കൊണ്ടുവന്നു നടപ്പിലാക്കുക. 131 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതു രാഷ്ട്രീയപരമായ എതിർപ്പിനെ തുടർന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മെമ്പർ നടപ്പിലാക്കിയതാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയും കുറ്റവാളിയായി കണ്ടു വിചാരണ നടത്തി ശിക്ഷ നൽകുക. 132 അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടായാലും അക്രമപ്രവൃത്തികളിൽ നേതാക്കളും അണികളും ഏർപ്പെടാൻ പാടില്ലെന്ന് സംഘടനകൾ പഠിപ്പിക്കണമെന്നു നിയമം കൊണ്ടുവന്നു നടപ്പിലാക്കുക. 133 സംഘടനാനേതാക്കളും അണികളും ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്ന നിയമം ഉണ്ടാക്കി നടപ്പിലാക്കുക. അവയുടെ തീരുമാനങ്ങൾ ജില്ലാ കോടതിയുടെ അംഗീകാരത്തിന് വിധേയമാണെന്നും അതിൽ ജില്ലാ കോടതി 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്നും നിയമം നിർമ്മിക്കുക. 134 ദേശീയഗാനം ആലപിക്കാൻ എല്ലാ മറ്റു രാജ്യങ്ങളിൽ കോടതി കേസുകളിന്മേൽ വേഗത്തിൽ തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ കമ്മീഷനെ വെച്ചു കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക. 136 റിസർവേഷൻ ഇല്ലാത്ത കോച്ചുകളും സ്ലീപ്പർ കോച്ചുകളും തീവണ്ടികളിൽ കൂടുതലായി ഏർപ്പെടുത്തി സ്ഥലം ഉള്ളതനുസരിച്ചു മാത്രം ടിക്കറ്റ് നൽകാൻ സംവിധാനം ഒരുക്കുക. 137 സംസ്ഥാനങ്ങൾക്ക് അധിക ഫണ്ട് നൽകുന്നത് കമ്മീഷൻ തീരുമാനപ്രകാരം മാത്രം ആക്കുക.
138 സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നൽകുന്ന ആവശ്യങ്ങൾക്കുമേൽ നിശ്ചിത സമയത്തിനുള്ളിൽ കേന്ദ്രം തീരുമാനം എടുത്തിരിക്കണമെന്നു നിയമം ഉണ്ടാക്കുക. 139 ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നിവ ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ തന്നെ NDRF, പട്ടാളം, നാവികസേന, വ്യോമസേന എന്നിവയെ നിയോഗിക്കാനുള്ള പ്രോട്ടോകോൾ തയ്യാറാക്കി അതിനുള്ള ചെലവ് കേന്ദ്രം വഹിക്കണമെന്നു നിയമം കൊണ്ടുവരിക. 140 ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത പരസ്യങ്ങൾ, പ്രചാരണങ്ങൾ, സമ്മേളനങ്ങൾ, യാത്രകൾ എന്നിവയ്ക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവരിക. 141 സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ തുടർന്ന് വരുന്ന സർക്കാരും നടപ്പിലാക്കണമെന്ന നിയമം കൊണ്ടുവരിക. അവ നടപ്പിലാക്കില്ല എന്ന് 142 ആശുപത്രികളിൽ നൽകിവരുന്ന സർജറി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്ന രോഗികൾക്ക് ആ സേവനങ്ങൾ ലോകാരോഗ്യ സംഘടന പ്രോട്ടോകോൾ പ്രകാരം നൽകാനാവശ്യമായ ജീവനക്കാർ, സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നിവ കണക്കാക്കി അത്രയും ജീവനക്കാരെ നിയമിക്കാനുള്ള തസ്തിക സൃഷ്ടിക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നിവ ലഭ്യമാക്കുകയും ചെയ്യുക. 143 ശബരിമല കൊള്ള, പത്മനാഭസ്വാമി ക്ഷേത്ര കൊള്ള, കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്ക് കൊള്ള, ടെൻഡർ ഇല്ലാതെ ഒരാളുങ്കലിനും ഇതര സ്ഥാപനങ്ങൾക്കും പണം അനുവദിച്ചത്, ലോക അയ്യപ്പ സംഘത്തിലെ പണം ചെലവഴിക്കൽ രീതി, നവകേരള സദസ്സിന്റെ പണം ചെലവഴിക്കൽ രീതി, കിഫ്ബി പദ്ധതികളിലെ പണം ചെലവഴിക്കൽ, മാസപ്പടി കേസ്, കരിമണൽ ദാന കേസ് തുടങ്ങി മുൻകാലങ്ങളിൽ അഴിമതിയുടെ സംശയം ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിച്ചു കുറ്റക്കാരെ ശിക്ഷിക്കുകയും നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുകയും ഇതിനു അന്വേഷണത്തിനു വേണ്ടി വന്ന ചെലവ് സർക്കാരിൽ നിന്നു ഈടാക്കുകയും ചെയ്യുക. 144 ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ ശിക്ഷിക്കുക. ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടുന്ന ആളുകളുടെ സംസാരം റെക്കോർഡ് ചെയ്തു വയ്ക്കണമെന്ന് നിയമം ഉണ്ടാക്കൂ.